ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ബദാമി സീരീസിന്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അടുത്തതായി പോകുന്നത് ബാഗൽകോട്ട് ജില്ലയിലുള്ള പട്ടടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അങ്ങനെ നമ്മളിത് ആ പട്ടടക്കിലെത്തി. അവിടെ എൻട്രി ഫീ ഒക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഫ്രണ്ടിൽ തന്നെ ടിക്കറ്റ് എടുക്കണം. പിന്നെ നമുക്ക് ഗൈഡിന്റെ സഹായമൊക്കെ കിട്ടും. ബദാമിയിൽ നിന്നും 22 കിലോമീറ്റർ ദൂരത്താണ് ഈ പട്ടടക്കൽ എന്നുള്ള ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. കർണാടക ജില്ലയിലെ വളരെയേറെ ചരിത്ര പ്രാധാന്യമുള്ള ഗ്രാമങ്ങളിൽ ഒന്നാണ് പട്ടടക്കൽ. പട്ടടക്കയിൽ നമുക്ക് ഗൈഡിന്റെ സഹായം കിട്ടും. ടൂർ ഗൈഡായിട്ട് നമ്മൾ കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി നമുക്ക് അവിടെ ടൂറിൻ്റെ സഹായം ലഭ്യമാണ്. പക്ഷെ നമ്മൾ ടൂർ ഗൈഡിൻ്റെ സഹായം ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ ടൂർ ഗൈഡ് വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ അകത്തേക്ക് കയറി. അങ്ങനെ നല്ലൊരു പച്ചപ്പുല്ലൊക്കെ വെച്ച് പിടിപ്പിച്ച് ബുഷൊക്കെ നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയിൽ ആ സ്ഥലം ഒരു മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് നടക്കുമ്പോൾ തന്നെ ദൂരെ നിന്ന് തന്നെ കാണാം ഈ അമ്പലങ്ങളുടെ ഒരു സമുച്ചയമാണ് ഈ പട്ടടക്കൽ എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലം. ഇവിടെ കുറേ അമ്പലങ്ങളുണ്ട്. ഇതിലിപ്പോൾ മെയിനായിട്ട് ഒരു അമ്പലത്തിൽ മാത്രമേ ഇപ്പോൾ പൂജയും മറ്റു കാര്യങ്ങളും ആരാധനയൊക്കെ നടക്കുന്നുള്ളൂ. മറ്റുള്ള അമ്പലങ്ങളിലൊന്നും ഇപ്പോൾ പൂജയോ അല്ലെങ്കിൽ ആരാധനയോ ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ചാലൂക്യ സംസ്കാരത്തിൻ്റെ അവശേഷിപ്പായിട്ടുള്ള നിരവധി ക്ഷേത്രങ്ങളുടെ ഒരു സമുച്ചയമാണ് ഇവിടെ ഈ കാണുന്ന ഈ അമ്പലങ്ങൾ. ഈ ക്ഷേത്രങ്ങളെല്ലാം തന്നെ 7ഉം 8ഉം നൂറ്റാണ്ടുകളിലായിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ളവയാണ്. ഈ അമ്പലങ്ങളെല്ലാം നോർത്ത് ഇന്ത്യ സ്റ്റൈലിലും സൗത്ത് ഇന്ത്യ സ്റ്റൈലിലുമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഒരു ആർക്കിടെക്ചർ സ്റ്റൈല് ചില അമ്പലങ്ങളുടേത് നോർത്ത് ഇന്ത്യനും ചിലത് സൗത്ത് ഇന്ത്യൻ സ്റ്റൈലിലായിട്ടുമാണ്. 2 സംസ്കാരങ്ങളിലായിട്ടാണ് ആ അമ്പലങ്ങളുടെ നിർമ്മിതി നടത്തിയിരിക്കുന്നത്. ശരിക്കും ഈ അമ്പലങ്ങളിലൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. കുറേ കൊത്തുപണികളോട് കൂടി എല്ലാം നല്ല ഭംഗിയിൽ നല്ല രസമുണ്ട് കാണാൻ. ഈ പട്ടടക്കൽ എന്ന് പറഞ്ഞ ഗ്രാമം ബാഗൽകോട്ട് ജില്ലയിലെ മാലപ്രഭ നദിയോട് ചേർന്നാണ് ഈ പുരാതന ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ചാലൂക്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയായിരുന്നു പട്ടടക്കൽ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ട ബദാമി എന്ന് പറയുന്നത് അതിൻ്റെ മിലിറ്ററി ക്യാപിറ്റലായിരുന്നു ബദാമി. ഇതിപ്പോൾ ചാലൂക്യ രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരിയാണ് പട്ടടക്കൽ. ഇവിടെ നമുക്ക് നന്ദികേശന്റെ ഒരു വലിയ പ്രതിമ കാണാം. അതിലാൾക്കാർ മാലയിടുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇവിടെയാണ് ആരാധനയുള്ളത്, അമ്പലം.
1987 തന്നെ യുനെസ്കോ പട്ടടക്കലിനെ ലോക പൈതൃക സ്വത്തായിട്ട് അംഗീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ഥലം മാനേജ് ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയാണ്. നല്ല രീതിയിൽ തന്നെ ഈ സ്ഥലങ്ങളും ഈ അമ്പലങ്ങളും എല്ലാം അവർ സംരക്ഷിച്ചു പോരുന്നുണ്ട്. നമുക്കിപ്പോഴും ആ പുരാതന കാലത്തെ ആ വാസ്തുശില്പത്തിൻ്റെ ആ ഭംഗിയൊക്കെ ഇപ്പോഴും നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഇവിടെയുള്ള അമ്പലങ്ങളൊക്കെ ഏതൊക്കെയാന്ന് വെച്ചാൽ വിപക്ഷ ടെമ്പിൾ, മല്ലികാർജുന ടെമ്പിൾ, സംഗമേശ്വര ടെമ്പിൾ, പാപനാഥ ടെമ്പിൾ, ജെയിൻ ടെമ്പിൾ ഒക്കെയാണ്. എന്നീ അമ്പലങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മുടെ നാട്ടിലോട്ടുള്ള യാത്ര ആരംഭിച്ചു. അങ്ങനെ അതാണ് റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ നമ്മളവിടെ നിന്ന് ട്രെയിനിൽ കയറി നമ്മളന്ന് കേരളത്തിലേക്കുള്ള യാത്രയിൽ കാണുന്ന സ്ഥലങ്ങളൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു കേട്ടോ. ഇത് പോകുമ്പോൾ ശരിക്കും ഇതിൻ്റെ ഭംഗി കാണാൻ പറ്റിയിരുന്നില്ല, രാത്രിയായിരുന്നു. കാരണം ഇതിപ്പോൾ പകലായ കാരണം ഇതിൻ്റെ ആ ഭംഗിയൊക്കെ നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ആ മലനിരകളും ആ കാടും നല്ലൊരു വശ്യ സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ചെറിയ രീതിയിലുള്ള മൂടൽ മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബദാമി സീരീസ് ഇവിടെ തീരുകയാണ്. നമ്മളൊരു പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തുള്ളൊരു യാത്രയായിരുന്നു. കൂടുതൽ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാനും ഓർഗനൈസ് ചെയ്യാനൊന്നും പറ്റാതെ വന്നിട്ടുള്ളൊരു യാത്രയായിരുന്നു. അതിൻ്റെ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നല്ലൊരു യാത്ര ആയി കിട്ടി.